എന്താ? ചുമ്മാ ഒരു രസത്തിന്. തനിക്ക് എന്ത് വേണം? ഒന്നും വേണ്ടേ? കാണാൻ ഓടക്കാന്നാ തോന്നുന്നത്. നീ ഇതുവരെ എവിടെയായിരുന്നു? പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു. ജോസൂട്ടി വിശക്കുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നു. നീ മോളിൽ പോയിട്ട് വേഗം വാ. ഇതോടെ കഴിക്കട്ടെ. മനു, മനു, എല്ലാരും എത്തിയിട്ട് ഭക്ഷണം കഴിക്കാവുന്നുള്ള ഏർപ്പാട് മാറ്റണം. അത് നടക്കില്ല. രണ്ടുപേരും ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ ഞാനും കഴിക്കില്ല. എന്തിനാ ചേട്ടനെ കഷ്ടത്തിലാക്കുന്നത്? എടാ, നീ നേരത്തെ കാലത്ത് ഇനി എത്തിയാ മതി. നാളെ ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കെട്ടുന്നതുവരെയുള്ള എനിക്ക് നിർബന്ധം. ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലാലിമോളുടെ കത്തുണ്ട്. എനിക്ക് ഇച്ചായന്റെ, അതിലും പാതി അവളാ എഴുതിയിരിക്കുന്നത്. അതവിടെ വെക്ക, അവിടെ വെക്ക. അത് അവന്റെ കത്തല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. രണ്ടും ചേട്ടൻ വായിക്കട്ടമ്മേ. വേണ്ട 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 വേണ്ട. അവൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ചനുസരിച്ച് കത്തയച്ചിട്ടുണ്ട്. അവരവരുടെ കത്ത് അവരോട് വായിച്ചാ മതി കേട്ടോ. ഞാനൊരു കലാകാരനല്ലേ, മറവിന്നൊക്കെ പറയുന്ന കലാകാരന്മാർക്ക് സ്വാഭാവിക. അതെ 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 അതെ. നോക്ക്, ലാലിമോള് നിനക്ക് 4 കത്തയച്ചു. നീ ഒന്നിനും മറുപടി അയച്ചിരുന്നാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. ഇന്ന് കോഫി ഹൗസ് വെച്ച് ആനയെ കണ്ടു. കൂടെ ആ താടിക്കാർ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഏതാ ഈ അനന്തകൃഷ്ണൻ? അവരുടെ കൂടെ കറങ്ങി നിർത്തേ. അതാ ആരും ചോദിച്ചത്. അവളുടെ കൂടെ പഠിക്കുന്ന ഒരാൾ. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എന്താ ചേട്ടാ എനിക്ക് എഴുതാത്തത്? മനഃപൂർവ്വമല്ല എഴുതാത്തത്. പ്രാക്ടീസിന്റെയും പഠിത്തത്തിന്റെയും തിരക്ക്. വെക്കേഷൻ അവിടെ വരണമെന്നുണ്ട്. ചേട്ടൻ എഴുതിയാലേ ഞാൻ വരും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ എഴുതുക കൂടിയില്ല. നീ എനിക്ക് എഴുതുകയും വേണം.
ശാലുമോൾ ചെറിയ കുട്ടിയാണ് മോനെ. അവരവിടെ എന്തെടുക്കുവാ? അടിച്ച് ഫിറ്റ് ആയിരിക്കോ? വാ, നമുക്കൊന്ന് നോക്കിട്ട് വരാം. ഞാനില്ല, മരണം ഫിറ്റാ. അതിന്റെ മണം കിട്ടുന്ന നല്ല രസമാ. ഞാനൊന്ന് നോക്കിട്ട് വരാം. നല്ല ഫോമിലാണല്ലോ. എങ്കിലൽപ്പം ഡയലോഗ് ആയാലോ? താൻ നാളെ ക്യാമ്പിന് വരുന്നില്ലേ? ആ, ഫിറ്റ് തന്നെ. നാളെ വന്നില്ലെങ്കിലേ എന്റെ കയ്യിൽ നല്ല കല്ലും തെറിയും കിട്ടും. ഒത്തിരി വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. ഇന്ന് സമയമില്ല, പോട്ടെ. ഞാനാകെ നടന്നു കുഴഞ്ഞു. ക്യാമ്പിലുള്ള ഏർപ്പാടിൽ അനന്തമല്ല ചെയ്യേണ്ടത്. അയാളൊന്നും വന്നിട്ടേ ഇല്ല. മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആന എന്തിനാ ബഹളം വെക്കുന്നത്? ഹേ വിൽ കം. താനൊരു പരമ ബോറനാണല്ലോ. ഒത്തിരി പണിയുള്ളപ്പോഴാണ് ചടഞ്ഞുകൂടി കിടക്കുന്നത്. എനിക്കല്ല സുഖമില്ല. വെറുതെ ജാട ഒന്നും എടുക്കല്ലേ. എന്താ അസുഖം? പ്രൊഫസർ നമ്മയല്ലേ കാര്യങ്ങളല്ലേ ഏൽപ്പിച്ചത്? പിന്നെ ഇത് ചെയ്യാതിരുന്നാലോ? ഞാൻ വരുന്നില്ല അനി. എന്തുണ്ടായി വരാതിരിക്കാൻ? ഇല്ല, വരാൻ കഴിയില്ല. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ വർക്ക്സ് പരിചയപ്പെടാനുള്ള ചാൻസ് കളഞ്ഞാലോ? തനിക്ക് ഈ വർഷം റാങ്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വരാതിരിക്കുന്ന കഷ്ടമല്ലേ? എനിക്കറിയില്ല എന്റെ സ്ഥിതി. നിങ്ങളോടൊക്കെ കമ്പനി കൂടണമെന്നുണ്ട്. പക്ഷെ വീട്ടിൽ അമ്മയുടെ കത്ത് വായിച്ചു നോക്ക്. ക്യാമ്പിന് പോകാനുള്ള രൂപ അയച്ചുതരാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ല അല്ലേ? അല്ല, അത് മാത്രമല്ല, വീട്ടിലെ കുറെ ബുദ്ധിമുട്ടുകളും. തനിക്ക് ഒത്തിരി കോംപ്ലക്സ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാപ്പി കുടിക്കാൻ പോയാൽ തനിക്ക് തന്നെ ബില്ല് പേ ചെയ്യണം. കാശില്ലെങ്കിൽ വിളിച്ചാലും വരാതെ വിശന്നിരിക്കുക. നമ്മളൊക്കെ തുറന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്തോ ഉള്ളത്? താൻ എന്നോടൊപ്പം വരുന്നോ? നമുക്ക് പ്രൊഫസറെ പോയി കാണാം. മറ്റു കാര്യങ്ങളൊക്കെ ഞാനവിടെ ശരിയാക്കാം. എന്നെ വിട്ടേക്കാനി. താൻ വരുന്നില്ലെങ്കിൽ ക്യാമ്പിൽ ഞാനും ഉണ്ടാവില്ല. അയ്യോ, നീ ഒന്ന് മാറി നിൽക്ക്. മേലൊക്കെ അഴുക്കാകും. ആവട്ടെ. മതി പെണ്ണേ, നിന്റെ വേലത്തരമൊക്കെ എനിക്കറിയില്ലേ. ഫോൺ ഇവിടുന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാ. എന്നാലെങ്കിലും നീ ഇവിടെ വരുമെന്ന് അറിയാലോ. ഒത്തിരി പണിയുണ്ടമ്മേ. നിനക്കൊരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ ഭയങ്കര പുളൂസാ. അമ്മേ, ഇവിടെ ഉള്ളവരൊക്കെ അവിടെ പോയി. ജോസൂട്ടി മുറിയിലുണ്ട്.